അനു, നിന്റെ ആന്റി ഫോൺ ചെയ്തിരുന്നു. അച്ഛനും ആന്റി നാളെ വരുന്നുണ്ട്. കഴിഞ്ഞ 5-6 മാസമായി എത്ര പ്രാവശ്യം അവരിവിടെ വന്നു? ദാറ്റ്സ് ദെയർ ഡ്യൂട്ടി. നിന്റെ ഡെലിവറി സമയത്തും അവരിവിടെ ഉണ്ടായിരിക്കണം. പ്രസവം കഴിഞ്ഞ് അനുവും കുഞ്ഞുമായേ അവർ മടങ്ങുന്നുള്ളൂ. മോളെ, ഈ സമയത്ത് ശരീരത്തിന് കൂടുതൽ ആയാസം കൊടുക്കുന്നത് നല്ലതല്ല. കരയാതിരിക്കെ. എന്റെ കുഞ്ഞിന്റെ ശവശരീരം പോലും നിങ്ങൾ എന്നെ ഒന്ന് കാണിച്ചില്ലല്ലോ. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? കീറി മുറിച്ചെടുത്ത ഒരു കുഞ്ഞിന്റെ ശരീരം അതിന്റെ അമ്മയെ എങ്ങനെ കാണിക്കും? ആ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ലായിരുന്നു മോളെ. നീ കരയാതിരിക്കെ. സിസ്റ്റർ, injection compose 1 ampule stack. Yes, doctor. Come on, Tangachi. കരയാതെ മോളെ. അനു, നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല ആന്റി. ചേട്ടാ, അനുമോൾ എന്ത് പറഞ്ഞിട്ടാണ് അവളെ ഇനി ഒന്ന് ആശ്വസിപ്പിക്കേണ്ടെന്ന് എനിക്കറിയില്ല. ഈ ബംഗ്ലാവ് നിറയെ നെടുവീർപ്പുകളാണ് സുഭദ്രെ. ഒന്ന് ചെയ്താലോ ചേട്ടാ? അനുവിനെ കൂടി ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാലോ? അതുകൊണ്ട് എന്താ പ്രയോജനം? ഇവിടുത്തെ ഈ ഏകാന്തത അവക്ക് നന്നല്ല. അവിടെ ആകുമ്പോൾ നഴ്സിംഗ് ഹോമുണ്ട്, ഞാനും ഉണ്ട്. നഴ്സിംഗ് ഹോമിന്റെ ചില ഭരണകാര്യങ്ങൾ നോക്കി കുറെ നാൾ കഴിയുമ്പോൾ അവൾ കഴിഞ്ഞതൊക്കെ മറക്കും. അപ്പോൾ ഇനി കൂട്ടിക്കൊണ്ടുപോരാം. ഇന്നത്തെ ചുറ്റുപാടിൽ അതാണ് നല്ലതെന്ന് എനിക്കും തോന്നുന്നു. അവള് വരുമെങ്കിൽ സുഭദ്ര കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളൂ. ഡോക്ടർ എലിയമ്മയല്ലേ? ഒന്നും ഇങ്ങോട്ട് വരൂ. ഇരിക്കും മോളെ. ഇതാണ് മോളെ ഹോസ്പിറ്റലിലെ നിന്റെ മുറി. ഇന്നു മുതൽ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നീ നോക്കണം. ഞാനോ? ആന്റി, എനിക്ക് ഒന്നും അറിഞ്ഞൂടുന്നില്ലേ? ക്രമേണ എല്ലാം പരിചയിക്കണം. യു വിൽ ബി ഓൾ റൈറ്റ് ഇൻ നോ ടൈം. ഡോക്ടർ എന്തിനാ വിളിച്ചേ? ഇവൾ ഇന്നു മുതൽ നമ്മുടെ കൂടെയാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. മോസ്റ്റ് ഗ്ലാഡ്ലി. എന്നാ മോള് ഏലിയാമ്മയുടെ കൂടെ പോയി എല്ലാരും ഒന്ന് പരിചയപ്പെടും. വീട്ടിലേക്ക് പോകാറാകുമ്പോ ആന്റി ഒന്ന് വിളിക്കാം. ശരി ആന്റി. വരൂ അനു. ഓണം വരികയല്ലേ കുമാരപിള്ളേ? അവന് തുണി വല്ലം വേണേ മേടിച്ചു കൊടുത്തര്. എത്ര രൂപ അവിടെ വേണം? അങ്ങനെ തന്നേച്ചാ മതി.
എന്നാലും തമ്പിയമ്മന്ന് ആളൊരു കടുപ്പക്കാരൻ തന്നെയാ. അത് പിന്നെ പതുക്കെ പറയണോ കുമാരപിള്ളേ? പ്രസവിച്ചുടനെ ആശുപത്രിയിൽ നിന്ന് മകളറിയാതെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് രഹസ്യമായിട്ട് വളർത്താൻ എന്നെ ഏൽപ്പിച്ചതാ. മാസം തോറും അതിന് ചെലവിനുള്ള രൂപയും തരുന്നുണ്ട്. എന്നാലും ഈ 4-5 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ആ കുഞ്ഞ് എങ്ങനെ ഇരിക്കുന്നെന്ന് അദ്ദേഹം ചോദിച്ചിട്ടില്ല. ചോദിക്കില്ല കുമാരപിള്ളേ. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ കുടുംബത്തിന്റെ മാനം പോകുമെന്നാ അങ്ങനെ കരുതുന്നത്. മോക്ക് വേറെ വിവാഹമൊന്നും ആലോചിക്കുന്നില്ലേ? കൊള്ളാം, ഒരു 100 ആലോചനകൾ വന്നതാ. അനുമോള് സമ്മതിക്കണ്ടേ? ഭർത്താവ് പോയി കുഞ്ഞും മരിച്ചു പോയി എന്ന് കരുതി ദുഃഖിച്ച് കഴിയായിരിക്കും അത്. ആട്ടെ, ആ കുഞ്ഞ് അച്ഛനെയും അമ്മയും തിരക്കാറുണ്ടോ? അതെങ്ങനെയാ? ഞാനും ഭാരതിയും ആ അച്ഛനും അമ്മയും എന്നല്ലേ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നേ. കാണാൻ എങ്ങനെയുണ്ട്? മിടുക്കനാണോ? നല്ല മിടുക്കൻ. നല്ലപോലെ വളർത്തണേ കുമാരപിള്ളേ. ആ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതാ പോയിക്കൊള്ളൂ. അങ്ങനെ എന്താ? ആ കുട്ടിയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. എന്തിന്? കുമാരപിള്ള കുട്ടിയെ വളർത്താനെന്നും പറഞ്ഞ് മാസം തോറും വന്ന് രൂപ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അറിയണ്ടേ അങ്ങനെ? ആ കുട്ടി ജീവിച്ചിരിക്കുന്നതും മരിക്കുന്നതും എനിക്കൊരുപോലെയാണ്. ഇത് 10 രൂപയല്ലേ ഉള്ളൂ. പെരപണിയാനുള്ള രൂപ നിങ്ങൾ ചോദിച്ചില്ലേ? എടി 10-25 വർഷമായിട്ട് അദ്ദേഹത്തിന് ഉപ്പും ചോറുവാ നമ്മൾ തരുന്നത് മേടിക്കല്ല, പെരവണിക്ക് കൂടെ കാശ് ചോദിക്കാൻ. എന്താ ചോദിച്ചാല്? തമ്പി അദ്ദേഹത്തിന്റെ മോടെ മാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ സഹിച്ച മാനക്കേടിന്റെ കൂലിയാ ചോദിക്കാൻ പറഞ്ഞത്. നീ എന്ത് മാനക്കേടാ സഹിച്ചത്? എന്തെന്നാ സഹിച്ചതെന്നോ? ഈ അയലുവക്കത്തുള്ളവരോടൊക്കെ എന്തുമാത്രം വഴക്കാ കൂടിയത്. എടി ഭാരതി, നിനക്ക് ഈ കുഞ്ഞിനെ എവിടുന്ന് കിട്ടിയടി? ഞാൻ പ്രസവിച്ചെടുത്തു. ഞങ്ങളാരും അറിയാതെയോ? എന്നെ പ്രസവിപ്പിക്കുന്നത് നിങ്ങളാണോ? നിങ്ങളാണോ പോകരുത് പെണ്ണുങ്ങളെ? എന്തുമാത്രം തട്ടാമുട്ടിയാ പറഞ്ഞു കൂട്ടിയത്. അതിനെനിക്ക് എന്തെന്നാ മതിയാവും? എങ്കിൽ തട്ടാമുട്ടിക്കുള്ളതേ നീ ഒറ്റയ്ക്കൊന്ന് വാങ്ങിച്ചോ. ആ, ഞാൻ വാങ്ങിക്കും. പെരപണിക്കുള്ള രൂപ കണക്ക് പറഞ്ഞ് മേടിച്ചോണ്ട് വന്നില്ലെങ്കിൽ എന്നെ ദേ ഇങ്ങനെ വിളിച്ചു. അത് വേണേ ഇപ്പോഴേ വിളിച്ചേക്കാം. ആട്ടെ, ആ ചെറുക്കനെ ഇവിടെ കാലത്ത് കുറെ ചാണകം വാരിക്കൊണ്ട് വരാൻ വിട്ടതാ. വർക്കത്ത് കേട്ടവൻ ഇതുവരെ വന്നില്ല. വിശപ്പിന് വല്ലതും കൊടുത്തിട്ടാണോടി വിട്ടത്? എന്തിന്? ഒരു വട്ട ചാണകം വാരിക്കൊണ്ട് വരാതെ പച്ച വെള്ളം ഞാൻ കൊടുക്കത്തില്ല. എടി മഹാഭാവി, നമ്മുടെ കൊച്ചുങ്ങൾക്ക് വയറു നിറച്ച് ആഹാരം കൊടുത്ത് പള്ളിക്കൂടത്ത് വിട്ടു. ആ ചെറുക്കനെ ഭക്ഷണിക്ക് ചാണകം വാരാൻ കഴിച്ചു. എന്റെ മക്കളെ ഭക്ഷണിക്ക് പള്ളിക്കൂടത്ത് വിടാനേ കുറെ ചേരമുണ്ട്. എടി, അതിനെ വളർത്താൻ വേണ്ടി അതിന്റെ അപ്പൂപ്പൻ തരുന്ന കാശുകൊണ്ട് നീ നിന്റെ മക്കളുടെ കാര്യം നോക്കുന്നു. ദൈവം ചോദിക്കോടി. ആ, ചോദിക്കുമ്പോ ഞാൻ മറുപടി പറഞ്ഞോളാം. അപ്പൂട്ടാ, അപ്പൂട്ടാ. ഞാൻ പിന്നെ ഇവിടെ പിന്നെ മോനെന്തിനാ പേടിക്കുന്നേ? ഉറങ്ങിപ്പോയോ? സാരമില്ല, വാ. ഈ കുട്ട നിറച്ച് ചാണകം വാരിക്കൊണ്ട് ചെന്നില്ലെങ്കിൽ കഞ്ഞി തരില്ലെന്ന് അമ്മ പറഞ്ഞു. വിശന്നിട്ട് കിടന്ന് ഉറങ്ങിപ്പോയതാ. അതൊന്നും സാരമില്ല മോനെ, വാ വാ മോനെ. വയർ നിറച്ചു കഴിച്ചു. ഇനി നീ ഇത് തലേ വെച്ചോ. ചെല്ല്. എവിടെയായിരുന്നോ ഇതുവരെ? എടാ, നിന്റെ വായിലെ നാക്കിറങ്ങി പോയോ? എവിടെയായിരുന്നു? നീ അല്ലേ ചാണകം വരാൻ പറഞ്ഞു വെച്ചത്? പിന്നെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നെന്തിനാ? എന്നിട്ട് ചാണകം എന്തിയേ? ഇതുവരെ നടന്നിട്ട് ഇതാണോ കിട്ടിയത്? പശു ചാണകം ഇടുന്നില്ല അമ്മച്ചി. നിന്റെ ഈ മോന്ത കണ്ട പശു എങ്ങനെ ചാണകം ഇടും? പേഴ കെട്ടവൻ. വായിലിട്ട് നോക്കാതാ, പിള്ളേർക്ക് വല്ല വയറ്റിളക്കം പിടിക്കും. അമ്മേ, അപ്പുക്കുട്ടിന് ദോശയില്ലേ? മിണ്ടാകരം തിന്നോണ്ട് വയ്ക്കണം. ഇവനോട് വിശപ്പൻ എന്തെങ്കിലും കൊടുക്കും ഭാരതി. എങ്ങനെ പെരക്കകത്തേക്ക് കയറ്റും? നാറിട്ട് വയ്യ. ആ തോട്ടിലൊക്കെ പോയി മുങ്ങിട്ട് വാടാ. ചെല്ലു മോനെ. ആ ചാണകം അവിടുന്ന് വാങ്ങിച്ചോട്ട് ഇട്ടിട്ട് പോ.